നമസ്കാരം. കൂട്ടക്ഷരങ്ങളുടെ മറ്റൊരു ലൈവ് ക്വിസ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എത്തിച്ചേർന്നു കൃത്യസമയത്ത് തന്നെ. വെള്ളിയാഴ്ചകളിൽ 12 മണിക്ക് ഈ അവധിക്കാലത്താണ് നമ്മൾ ഈ ക്വിസ് നടത്തുന്നത്. രസകരമായ ക്വിസുകളാണ്. പ്രധാനമായിട്ടും ഈ ക്വിസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളുകളുടെ ബുദ്ധി പരിശോധിക്കുക, അല്ലെങ്കിൽ ആരാണ് ഏറ്റവും പെട്ടെന്ന് കാര്യം ഓർത്തെടുക്കുന്നത് എന്നുള്ളൊരു പരിശോധന അല്ല. പലപ്പോഴും നമ്മൾ ഈ ക്വിസിലൂടെ ഉദ്ദേശിക്കുന്നത്, നമുക്ക് പലപ്പോഴും ഒട്ടും ഫോക്കസ് ഇല്ലാത്തൊരു കാലഘട്ടമാണിത്. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ മെമ്മറിയിൽ നിന്ന് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മൈൻഡ് എക്സസൈസ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ ഈ ക്വിസിനെ കാണുന്നത്. ഇത് വലിയ വലിയ ചോദ്യങ്ങളോ അല്ലെങ്കിൽ വളരെയധികം ബുദ്ധി ഉപയോഗിക്കേണ്ട ചോദ്യങ്ങളോ ഒന്നും ആയിരിക്കില്ല പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത്. അതിൻ്റെ കാരണം നിങ്ങൾക്കതൊരു എൻ്റർടൈനിങ് അല്ലെങ്കിൽ ഒരു മൈൻഡ് എക്സസൈസ് ആയി മാറട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ലളിതമായ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ എന്താ പറയുക, ഇതൊക്കെ ഒരു ചോദ്യമാണോ എന്ന് നിങ്ങൾക്ക് തോന്നാവുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും എത്തിത്തുടങ്ങിയോ? എത്തിയവരെല്ലാവരും ഒന്ന് ഹലോ പറഞ്ഞേക്കണേ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എൻ്റെ ചുമയ്ക്ക് ശമനമായിട്ടുണ്ട്, എന്നാലും എൻ്റെ ശബ്ദം പൂർണ്ണമായിട്ട് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. വളരെ കൂടുതൽ ഞാൻ ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ചുമയ്ക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പതുക്കെ സംസാരിക്കുന്നത്. കേൾക്കാമോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? ഇപ്പം കേൾക്കാമോ? ഞാൻ കുറച്ചുകൂടി ശബ്ദം കൂട്ടി വെച്ച് നോക്കട്ടെ. കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? സ്വരം ശരിയായില്ലേന്ന് സിൽവി മൈക്കിൾ ചോദിക്കുന്നു. സ്വരം പാട്ട് പാടാൻ പറ്റുന്നില്ല സിൽവി ചേച്ചി, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ചുമ മാറി, പക്ഷേ ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചുമയ്ക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഞാൻ ഈ ലൈവ് ഒന്ന് ഈ ലാപ്ടോപ്പിൽ കൂടി എടുത്തോട്ടെ, എന്നാലും എനിക്ക് പല കമൻറ്റുകളും കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിഷയം കവിതയാണ്. കവിത ഇഷ്ടമുള്ളവരൊക്കെ പെട്ടെന്ന് റെഡി ആയിക്കോളൂ. അപ്പോൾ കവിത എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കഥയും നോവലും ഒക്കെ വായിക്കുന്നതിൻ്റെ തിരക്കിൽ കവിത വായിക്കാൻ മറന്നുപോയ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അത്രയധികം കവിതയെക്കുറിച്ചുള്ള ഒരു അറിവില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കി തന്നിരിക്കുന്നത് നമ്മുടെ മറ്റൊരു കവിതാപ്രേമിയാണ്, അജിത് രാജ്. നമുക്ക് നമ്മുടെ കൂട്ടക്ഷരങ്ങളുടെ പല പോസ്റ്റുകളുടെ കമൻറ്റുകളിലും ഒക്കെ പലതരത്തിലുള്ള കവിതകൾ കോട്ട് ചെയ്തിട്ടും സ്വന്തമായി പാരഡികളും അല്ലാത്തതുമായിട്ടുള്ള കവിതകളൊക്കെ കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് അജിത് രാജ്. അപ്പോൾ അജിത് രാജാണ് ഇന്നത്തെ എൻ്റെ ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കി തന്നത്. അപ്പോൾ അതിൻ്റെ കാഠിന്യവും ലാളിത്യവും ഒക്കെ അജിത് രാജിൻ്റെ തലയിൽ വെച്ചിട്ട് ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യത്തെ മൂന്ന് ശരി ഉത്തരങ്ങൾക്ക് ഓരോ പോയിന്റ് വീതം നൽകുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉത്തരം പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനൊരു കവിതയുടെ ഒരു കുറച്ച് ഭാഗം പറയും. അത് ഏത് കവിയുടെ അല്ലെങ്കിൽ കവയിത്രിയുടെ ആണെന്ന് പറയണം. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യത്തെ കവിത: ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളെ അല്ലേ ഇതെല്ലാം. ഇത് ആരുടെ കവിതയാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം വേഗം പറഞ്ഞോളൂ. ഒന്നുകൂടി പറയാം. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ ഉത്തരം പറയൂ പെട്ടെന്ന്. ഞാൻ ഈ നാട്ടുകാരിയല്ല എന്ന് ജയശ്രീ ജോൺ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ജയശ്രീ ജോൺ ജയിക്കണ്ട എന്നായിരിക്കും ബാക്കിയുള്ളവരുടെ ഒരു ആഗ്രഹം. കാരണം പല മത്സരങ്ങളിലും ജയശ്രീ പോയിന്റ് നേടാറുണ്ട്. കവിതയോ ഞാൻ പോയി അടുത്ത ആഴ്ച വരാമെന്ന് ഷൈബി ഷാജു. അത്ര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല ഷൈബി. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കവിതയായിരിക്കും. ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുമുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ
പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ബാലാമണിയമ്മ എന്ന് സുരേഷ് പറയുന്നു. സഹല യാസർ പറയുന്നു വയലോപ്പള്ളി. ലേഖ ജസ്റ്റിൻ പറയുന്നു കുമാരനാശാൻ. ആരാണ് ഈ കവി എന്നുള്ളതാണ് ചോദ്യം. വേഗം വേഗം ഉത്തരം പറഞ്ഞോളൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രീതി പവിത്രൻ പറയുന്നു കുമാരനാശാൻ. കുമാരനാശാനാണോ വൈലോപ്പള്ളിയാണോ ബാലാമണി അമ്മയാണോ എന്നുള്ള തർക്കമാണ് കമൻറ്റിൽ. ഞാൻ അജിത് രാജിനെ ഒന്ന് ഫോൺ വിളിക്കട്ടെ എന്ന് ജയശ്രീജാൻ പറയുന്നു. പിള്ളേരുടെ ക്വസ്റ്റ്യൻ എന്ന് സിൽവി മൈക്കിൾ. അതെ, ഉത്തരം പറയൂ സിൽവി ചേച്ചി. പ്രീത ഗോപിനാഥൻ പറയുന്നു ബാലാമണി അമ്മ ആണോ. വിമിത ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ കമ്പിളിപ്പുറത്ത്? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. വള്ളത്തോളെന്ന് സിൽവി മൈക്കിൾ. ത്വയ്ബ് കടങ്ങോട് ഹോയ് ഹോയ് കൂയ്. ത്വയ്ബിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. സുരേഷ് പറയുന്നു സുഗതകുമാരി. സിന്ധു ഭാരതി പറയുന്നു കുമാരനാശാൻ. എന്താണ് ഉത്തരം? സിൽവി മൈക്കിൾ പറയുന്നു ഞാനല്ലാന്ന്. സിൽവി ചേച്ചിയും നന്നായിട്ടൊക്കെ വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരാളാണ് കേട്ടോ, പ്രത്യേകിച്ച് ബ്ലോഗിലൊക്കെ. കവിതയൊക്കെ എഴുതാവുന്നതാണ്. കവിത എഴുതിയിട്ടുണ്ടല്ലോ, എന്തോ ഒരു കവിത എഴുതിയിട്ട് സമ്മാനമൊക്കെ കിട്ടിയില്ലേ, അതെന്തായിരുന്നു, സിനിമാ ഗാനമായിരുന്നു. വള്ളത്തോളെന്ന് സെജി രാജീവ്. ക്വസ്റ്റ്യൻ വൺസ് മോർ SRK അബു ചോദിക്കുന്നു, ഈ പറയുന്ന കവിത എഴുതിയത് ആരാണെന്ന് പറയണം. കവിതയുടെ ഒരു ഭാഗം ഞാൻ വായിക്കാം. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. മൂങ്ങ കൊള്ളാലോ എന്ന് വിമിത. ആയിക്കൊള്ളാമോ മൂങ്ങ? ഇത്തരത്തിൽ വ്യത്യസ്തമായ കമ്മലുകൾ എനിക്ക് അയച്ചു തരുന്ന ആൾക്കാരോട് ഞാൻ പ്രത്യേക സ്നേഹം കാണിക്കുന്നതായിരിക്കും. ഇതെനിക്ക് ആരോ തന്നതാണെന്ന് തോന്നുന്നു, അതോ ഞാൻ തന്നെ വാങ്ങിച്ചാണോ, ഓർമ്മയില്ല. ഇത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ച കവിതയാണ്. 2005 തൊയ്ബ് കടങ്ങോട്. 2005 തൊയ്ബ് കടങ്ങോട് 4ാം ക്ലാസ്സിലാണ്. ചെറിയ പയ്യൻ അല്ലേ. റാണി തോമസ് ഷിബു ജോർജ് പറയുന്നു കുമാരനാശാൻ. സഹല യാസർ പറയുന്നു കുമാരനാശാൻ. സിന്ധു ഭാരതി പറയുന്നു കുമാരനാശാൻ. ശരി ഉത്തരമാണ്, കുമാരനാശാൻ്റെയാണ് ഈ കവിത. നമ്മളിത് മലയാളം പാഠാവലിയിൽ പഠിച്ചിട്ടുണ്ട്. ഈ ആദ്യത്തെ 3 ഉത്തരം എഴുതിയ ആരാണെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ, പിന്നെ തർക്കം വേണ്ടല്ലോ. ഈ ലൈവ് ഒരു സെക്കൻഡ്. അപ്പൊ ആദ്യ ഉത്തരം പറഞ്ഞ എനിക്ക് തോന്നുന്നു ലേഖ ജസ്റ്റിൻ ആണെന്ന് അല്ലേ. ലേഖ ജസ്റ്റിൻ ആണ് 1 പോയിന്റ്. രണ്ടാമത് ഉത്തരം പറഞ്ഞത് കുമാരനാശാൻ. ആരാണത് പറഞ്ഞത്? രണ്ടാമതും മൂന്നാമതും പറഞ്ഞത് ആരാണെന്ന് നോക്കാവോ? ഇവിടെ പലതും ഈ ഫേസ്ബുക്കിൻ്റെ കാര്യം കുറച്ച് രസകരമാണ്. ഒരു സെക്കൻഡ് നോക്കട്ടെ, ഞാൻ ഇവിടെ ഒന്ന് നോക്കട്ടെ. ഒന്നാമത് പറഞ്ഞത് ലേഖ ജസ്റ്റിനാണ്. രണ്ടാമത് പറഞ്ഞത് പ്രീതി പവിത്രനാണെന്ന് തോന്നുന്നു അല്ലേ. പ്രീതിയാണ് കുമാരനാശാൻ എന്ന് രണ്ടാമത് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് ആരാണ്? ലേഖ ജസ്റ്റിൻ, പ്രീതി പവിത്രൻ. പിന്നീട് പറഞ്ഞത് സിന്ധു ഭാരതി അല്ലേ. മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇങ്ങനെയാണ് എനിക്ക് കാണിക്കുന്നത്. ലേഖ ജസ്റ്റിൻ, പ്രീതി പവിത്രൻ, സിന്ധു ഭാരതി, ഇവരാണ് ആദ്യമായിട്ട് 3 പേര് കുമാരനാശാൻ എന്ന് പറഞ്ഞത്. അവർക്ക് 3 പേർക്ക് ഓരോ പോയിന്റ് കൊടുക്കുന്നു. അപ്പൊ രണ്ടാമത്തെ കവിത പ്രീതി സിന്ധു എന്ന് ജയശ്രീ ജോൺ. അതെ, ലേഖ, പ്രീതി, സിന്ധു, ഇവർക്ക് 3 പേർക്കാണ് പോയിന്റ്. അടുത്ത വരി പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചല മാലയ സംഗമം. കേട്ടോ? ഒന്നുകൂടി വായിക്കാം.
പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ഇത് ആരുടെ കവിതയാണെന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടി പറയണോ? കേട്ടോ എല്ലാവരും? പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. തൊയ്ബ് കടങ്ങോട് ഷോക്ക്ഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉത്തരങ്ങൾ വരട്ടെ. ആരാണ് ഈ കവിതയുടെ രചയിതാവ്? പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ഉത്തരങ്ങൾ വരുന്നുണ്ട്. എഴുത്തച്ഛൻ എന്ന് അമ്പിളി സി വി പറയുന്നു. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് സുരേഷ് പറയുന്നു. എഴുത്തച്ഛൻ എന്ന് സഹല യാസർ, ജയശ്രീ ജോൺ, ലേഖ ജസ്റ്റിൻ, റാണി തോമസ്, ഷിബു ജോർജ്, പ്രീതി പവിത്രൻ തുടങ്ങിയവരൊക്കെ എഴുത്തച്ഛൻ എന്നുള്ള ഉത്തരം പറയുന്നുണ്ട്. ഉത്തരം ശരിയാണ്. മലയാള ഭാഷയുടെ, ആധുനിക മലയാള ഭാഷയുടെ പിതാവ് അല്ലേ? അങ്ങനെയല്ലേ? ആണോ? അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഈ കവിത രചിച്ചത്. അപ്പോൾ ഉത്തരം ആദ്യം പറഞ്ഞ 3 പേർ, ഗ്രീഷ്മ കിച്ചു പറയുന്നുണ്ട്, സിൽവി മൈക്കിൾ പറയുന്നുണ്ട്. ആരാണ് ആദ്യം പറഞ്ഞത്? അമ്പിളി സി വി അല്ലേ ഒരു ഉത്തരം പറഞ്ഞത്? അമ്പിളി സി വി ആണ് 1 പോയിന്റ്. രണ്ടാമത് പറഞ്ഞത് സുരേഷ് ആണെന്ന് തോന്നുന്നു, എനിക്കങ്ങനെയാണ് കാണിക്കുന്നത്. മൂന്നാമത് പറഞ്ഞത് സഹല യാസർ. സഹല മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനൊന്ന് ശ്രമിക്കണേ, ഇംഗ്ലീഷ് ഞാൻ എടുക്കുന്നുണ്ട് എങ്കിലും. അമ്പിളി സി വി, സുരേഷ്, സഹല യാസർ, ഇവർക്ക് 3 പേർക്കുമാണ് ഈ ചോദ്യത്തിലെ പോയിന്റ്. ഇത്രയും വിശാലമായി പേരെഴുതാൻ നിന്നാൽ സമ്മാനം വേറെ ആരെങ്കിലും കൊണ്ടുപോകുമെന്ന് ഷൈബി ഷാജു. അത് കുഴപ്പമില്ല, എങ്കിലും ഉത്തരം എഴുതുക എന്നുള്ളത് തന്നെയാണല്ലോ പ്രധാനം. അപ്പം എഴുത്തച്ഛൻ എന്നുള്ളതാണ് ഉത്തരം. പൂന്താനം എന്ന് സിന്ധു ഭാരതി. പൂന്താനം അല്ല, എഴുത്തച്ഛനാണ് കേട്ടോ. ജയശ്രീ ജോൺ പറയുന്നു, ചക്ഷുശ്രവണ കളസ്തമാന്തർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തമാണ്. അതിൻ്റെ അർത്ഥം വിശദീകരിക്കാൻ ഞാനാണല്ല. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അമ്പിളി സി വിക്കും സുരേഷിനും സഹല യാസറിനുമാണ് പോയിന്റ് കേട്ടോ. ആദ്യം പറഞ്ഞത് അമ്പിളി ചേച്ചിയത് ത്വയ്ബ്. അതെ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. മൂന്നാമത്തെ ചോദ്യം, ഇതും നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ആരെല്ലൻ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ആരാണ് ഈ കവിത എഴുതിയത്? ആരെല്ലൻ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. എനിക്കിത് വായിച്ചെടുക്കാൻ തന്നെ 1 മണിക്കൂർ വേണമെന്ന് ഷൈബി ഷാജു. ചക്ഷുശ്രവണ കളസ്തമാന്തർദുരാണോ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാമ്പിൻ്റെ വായിൽപ്പെട്ട തവളയെപ്പോലെ അല്ല, പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിട്ടുള്ള തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ഈ ലോകവും ഒന്ന് വേറൊന്നിനെ ഇരയാക്കി കൊണ്ടിരിക്കുമ്പോഴും ആ ഇരയ്ക്കും ചില ആവശ്യങ്ങളുണ്ട് എന്നാണ് ആ കവിതയുടെ അർത്ഥം എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ ജയശ്രീ ജോൺ വിശദീകരിക്കും. അപ്പോൾ ആരെല്ലൻ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ആരാണ് ഇത് എഴുതിയത്? ആരാണ് നോക്കട്ടെ. ഇത് കവിതാ ക്വിസ് ആണോ എന്ന് ചോദിക്കുന്നു. അതെ, ഇന്ന് കവിതയാണല്ലോ. വള്ളത്തോൾ എന്ന് സിൽവി മൈക്കിൾ, ഒളപ്പമണ്ണ എന്ന് ജയശ്രീ ജോൺ, വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് അമ്പിളി സി വി, വള്ളത്തോൾ എന്ന് SRK അബു,
ഷൈന പി പറയുന്നു ഒളപ്പമണ്ണ. സഹല യാസർ പറയുന്നു വള്ളത്തോൾ. സെജി രാജീവ്, ഒരു സെക്കൻഡ്, ഈ കമൻറ്റുകൾ ഓടിക്കളിക്കുക എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഈ FBക്ക്. പ്രീതി പവിത്രൻ പറയുന്നു വള്ളത്തോൾ. ഫർസാന സന പറയുന്നു വള്ളത്തോൾ. മൂപ്പൻ സിദ്ദിഖ് പറയുന്നു വള്ളത്തോൾ. സുരേഷ് പറയുന്നു അയ്യപ്പ പണിക്കർ. ആണോ? റാണി തോമസ് ഷിബു ജോർജ് പറയുന്നു വള്ളത്തോൾ. ഒന്നുകൂടി ഞാൻ പറയാമേ. ആരല്ലൻ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. അതായത് ഈ ലോകം മൊത്തം എന്നെ പലതും പഠിപ്പിക്കുന്നുണ്ട്, ഒരു അധ്യാപകനല്ല, എല്ലാവരും എൻ്റെ അധ്യാപകരാണെന്നാണ് പറയുന്നത്. ആരാണത് എഴുതിയത്? ഇപ്രാവശ്യം വന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ തെറ്റുത്തരമാണെന്ന് ഞാൻ പറയുന്നു. ഉത്തരം പറയൂ. ഒന്നുകൂടി പറയാം. ആരല്ലൻ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. സ്വന്തം ജീവൻ പോകുന്ന അവസ്ഥയിലും അത് കാണാതെ തനിക്കെന്ത് നേടാൻ സാധിക്കുമെന്ന് ആലോചിക്കുന്നവരാണ് എന്നാണ് ചക്ഷുശ്രവണ ഗളസ്തമാന്തർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കും പോലെ എന്നുള്ള കവിത ശകലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ജയശ്രീ ജോൺ പറയുന്നത്. സുരേഷ് പറയുന്നു ഉള്ളൂർ. സിൽവി മൈക്കിൾ പറയുന്നു ഒളപ്പമണ്ണ. ഉത്തരം വരട്ടെ. ആരല്ലൻ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. എന്തൊരു സിമ്പിളാണെങ്കിലും എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു വരിയാണല്ലേ. ലോകം മുഴുവൻ നമ്മളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഒരു ടീച്ചബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഓപ്പൺ ടു ലേണിംഗ്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മളെങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം, റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കണം. അതിനൊക്കത്തുള്ള എല്ലാ റിസോഴ്സസും നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ കാണുന്ന ആളുകൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ വായിക്കുന്നത്, നമ്മൾ കാണുന്നത്, ഇതെല്ലാം നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ കവി പറയുന്നത്. കുമാരനാശാൻ എന്ന് ഫർസാന സന പറയുന്നു. ദിനേശ് ബാബു പറയുന്നു കുമാരനാശാൻ. ക്വിസ് പരിപാടികൾ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഓഫീസ് ടൈമിലായിപ്പോയി എന്ന് സെബി ജോസഫ്. നമ്മളൊരു 12 മണി വെക്കുന്നത് കുറച്ചൊക്കെ ഒരു ലഞ്ച് ബ്രേക്കൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. 12:30 1 മണിയൊക്കെ ആയിരിക്കില്ലേ ലഞ്ച് ബ്രേക്ക്. അപ്പോൾ ഉത്തരം എന്തായിരുന്നു? ഒളപ്പമണ്ണ എന്നുള്ളതാണ് ഉത്തരം. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എന്നാണ് കവിയുടെ മുഴുവൻ പേര്. അപ്പോൾ ഇതാദ്യം പറഞ്ഞത് ആരായിരുന്നു? ആദ്യം ഒളപ്പമണ്ണ എന്ന് പറഞ്ഞത് നോക്കട്ടെ, അമ്പിളിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതോ ജയശ്രീ ജോൺ ആണ് കേട്ടോ ആദ്യം പറഞ്ഞത്. ജയശ്രീ ജോൺ ഒരു പോയിന്റ്. രണ്ടാമത് പറഞ്ഞത് ആരായിരുന്നു? ഷൈന പി. മാറ്റം ഉണ്ടെങ്കിൽ ആരെങ്കിലും നോക്കി പറയണേ. മൂന്നാമത് പറഞ്ഞത് ലേഖ ജസ്റ്റിൻ അല്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ജയശ്രീ ജോൺ, ഷൈന പി, ലേഖ ജസ്റ്റിൻ തുടങ്ങിയവരാണ് ഇതിൻ്റെ 3 ഉത്തരം പറഞ്ഞത് ആദ്യമായിട്ട്. ചെറുശ്ശേരി എന്ന് സുരേഷ് സമീർ ഹസൻ പറയുന്നു വള്ളത്തോളല്ല, ഒളപ്പമണ്ണയുടെ കവിതയാണ്. ആരല്ലൻ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത കവിത പറയട്ടെ. മകൻ പരിക്കേറ്റു മരിക്കിലെന്തു മഹാരഥൻ ശിഷ്യൻ അടുക്കലില്ലേ, രാമൻ ജഗൽ സത്തമനാണുപോലും വിദ്യാർപ്പണം പാത്രം അറിഞ്ഞു വേണം. 1 മണിക്കായാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് ദിനേശ് ബാബു പറയുന്നു. ആണോ? കൂടുതൽ പേര് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച 1 മണിക്കാക്കാം. അങ്ങനെയാണ് അഭിപ്രായം പറയണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച 1 മണിക്ക് അവതരിപ്പിക്കാം, കൂടുതൽ പേർക്ക് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ. ഒന്നുകൂടി പറയട്ടെ കവിത. മകൻ പരിക്കേറ്റു മരിക്കിലെന്തു മഹാരഥൻ ശിഷ്യൻ അടുക്കലില്ലേ, രാമൻ ജഗൽ സത്തമനാണുപോലും വിദ്യാർപ്പണം പാത്രം അറിഞ്ഞു വേണം. ഹായ് നിഷിബ, നിഷി ഹായ് നിഷിബ. സുനന്ദ മഹേഷ് ഹായ്. വൈകിയല്ലോ സുനന്ദ ചേച്ചിന്ന്. ചോദ്യം ഒന്നൂടെ. മകൻ പരിക്കേറ്റു മരിക്കിലെന്തു മഹാരഥൻ ശിഷ്യൻ അടുക്കലില്ലേ, രാമൻ ജഗൽ സത്തമനാണുപോലും വിദ്യാർപ്പണം പാത്രം അറിഞ്ഞു വേണം. നമ്മൾ നേരത്തെ
ലോകം മൊത്തം നമ്മളെ പഠിപ്പിക്കും എന്ന് പറഞ്ഞു. ഇതിൽ പറയുന്നു വിദ്യാർപ്പണം പാത്രം അറിഞ്ഞു വേണമെന്ന്. അപ്പോൾ ആളെ അറിഞ്ഞു വേണം പഠിപ്പിക്കുന്ന, എല്ലാവരെയും പഠിപ്പിക്കാൻ പോകരുത് എന്നാണോ അതിൻ്റെ അർത്ഥം? ചെറുശ്ശേരി എന്ന് സുരേഷ് പറയുന്നു. ഉള്ളൂർ എന്ന് ശ്രീജ അജിത്. ദിനേശ് ബാബു പറയുന്നു ചെറുശ്ശേരി. ജയശ്രീ ജോൺ പറയുന്നു വള്ളത്തോൾ. ഫർസാന സന പറയുന്നു ചെറുശ്ശേരി. ഷീജ ഇബ്രാഹിം, ഹായ് ഷീജ. ചോദ്യം ഒന്നുകൂടി പറയാം. ഈ കവിത എഴുതിയത് ആരാണെന്നുള്ളതാണ് ചോദ്യം. മകൻ പരിക്കേറ്റു മരിക്കിലെന്തു മഹാരഥൻ ശിഷ്യൻ അടുക്കലില്ലേ, രാമൻ ജഗൽ സപ്തമനാണുപോലും വിദ്യാർപ്പണം പാത്രം അറിഞ്ഞു വേണം. ഉത്തരങ്ങൾ പോരട്ടെ. എഴുത്തച്ഛൻ എന്ന് സിൽവി മൈക്കിൾ. വള്ളത്തോൾ എന്ന് സമീർ ഹസൻ. ഞാൻ ഈ പറയുന്ന കവിതകളുടെ ടൈറ്റിൽ അല്ലെങ്കിൽ കവിത ഏത് പേരിലാണ് എന്നുള്ളത് ആർക്കെങ്കിലും അറിയുമെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. എനിക്ക് എല്ലാം അറിയില്ല, അപ്പോൾ കൂടുതൽ പേർക്ക് അതൊരു ഇൻഫർമേഷൻ ആയിരിക്കും. ഞാൻ പറയുന്ന കവിത എഴുതിയ കവി ഏതാണെന്നുള്ളതാണ് ചോദ്യം. പക്ഷെ കവിതയുടെ പേരെന്താണെന്നുള്ളത് കൂടി അറിയുന്നവർ കമൻറ്റ് ചെയ്താൽ നല്ലതായിരുന്നു. ഞാൻ പോയിന്റിന് കവിയുടെ പേര് മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് കവിതയുടെ പേര് കൂടി കമൻറ്റ് ചെയ്താൽ കൂടുതൽ പേർക്ക് അത് അറിയാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടി പറയട്ടെ. മകൻ പരിക്കേറ്റു മരിക്കിലെന്തു മഹാരഥൻ ശിഷ്യൻ അടുക്കലില്ലേ, രാമൻ ജഗൽ സപ്തമനാണുപോലും വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം. ജയശ്രീ ജോൺ പറയുന്നു ശിഷ്യനും മകനും. കവിത ശിഷ്യനും മകനും എന്ന് അമ്പിളി CV. ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ എന്നുള്ളതാണ്. ഒരുപാട് പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വള്ളത്തോൾ നാരായണ മേനോന്റെ കവിതയാണിത്. ആദ്യം പറഞ്ഞത് ആരാണ് നോക്കട്ടെ. നിങ്ങളിൽ എത്ര പേർ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഫേസ്ബുക്കിൽ ലൈവിൽ ഏറ്റവും രസകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ കമൻറ്റുകളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം കമൻറ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ ആദ്യത്തെ 3 ഉത്തരം ആരെങ്കിലും എനിക്കൊന്ന് നോക്കി പറഞ്ഞു തരുമോ? എനിക്ക് തോന്നുന്നു ജയശ്രീയും അമ്പിളിയും വള്ളത്തോൾ, സമീർ ഹസൻ ആണോ? ആരാണ് ആദ്യത്തെ 3 പേരെന്ന് ആരെങ്കിലും നോക്കി പറയാവോ? എനിക്കിതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. വള്ളത്തോൾ എന്നുള്ള ഉത്തരം ആദ്യമായിട്ട് പറഞ്ഞ 3 പേരാരാണ് കമൻറ്റ് ചെയ്തതെന്നൊന്ന് ഒറ്റ കമൻറ്റിലൊന്ന് പറയാവോ? ജയശ്രീ ഒന്ന് നോക്കി പറയണേ. ആരായാലും സിൽവി ചേച്ചി ആരെങ്കിലും ഒന്ന് നോക്കി പറയണേ. ആദ്യത്തെ 3 വള്ളത്തോൾ എന്നുള്ള ഉത്തരം പറഞ്ഞത് ആരൊക്കെയാണ്? ഇന്നത്തെ ചോദ്യങ്ങൾ എല്ലാം കവിതയുമായി ബന്ധപ്പെട്ടതാണ്. കവിത പറയും, ആരാണ് കവി അല്ലെങ്കിൽ കവയിത്രി എന്ന് പറയണം. ചോദ്യങ്ങൾ തയ്യാറാക്കിയത് നമ്മുടെ പ്രിയപ്പെട്ട അജിത് രാജാണ്. സമീർ ഹസൻ, അമ്പിളി CV, അതുപോലെ തന്നെ ജയശ്രീ ജോൺ. ഇവരാണ് ഈ ചോദ്യത്തിന് ഉത്തരം ആദ്യമായിട്ട് 3 പേര് പറഞ്ഞത്. ഇവർക്ക് 3 പേർക്കാണ് പോയിന്റ്. സമീർ ഹസൻ, അമ്പിളി CV, ജയശ്രീ ജോൺ. കേട്ടല്ലോ? അപ്പോൾ നമുക്ക് പോയിന്റ് നോക്കാം. ലേഖയ്ക്ക് 1 പോയിന്റ്, പ്രീതി പവിത്രന് 1 പോയിന്റ്, സിന്ധു ഭാരതിക്ക് 1 പോയിന്റ്, അമ്പിളി CVക്ക് 2 പോയിന്റ്, ലേഖ ജസ്റ്റിന് 2 പോയിന്റ് കേട്ടോ. അമ്പിളി CVക്കും ലേഖ ജസ്റ്റിനും 2 പോയിന്റ്, ജയശ്രീ ജോണിനും 2 പോയിന്റ്. അപ്പോൾ ജയശ്രീ ജോൺ, ലേഖ ജസ്റ്റിൻ, അമ്പിളി CV ഈ 3 പേർക്ക് 2 പോയിന്റ്. പ്രീതി പവിത്രൻ, സിന്ധു ഭാരതി, സുരേഷ്, സഹല യാസർ, ഷൈന P, സമീർ ഹസൻ തുടങ്ങിയവർക്ക് ഓരോ പോയിന്റ്. അമ്പിളി, ജയശ്രീ, സമീർ കിട്ടി. അപ്പം ഞാൻ 3 പേർക്ക് ഓരോ പോയിന്റ് തരുന്നേ. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇത് നിങ്ങൾ ഒരു സിനിമയിലും കേട്ടിട്ടുണ്ടാവും. ഞാൻ എന്തായാലും സിനിമയിലാണ് കേട്ടത്. അപ്പോൾ പറയട്ടെ. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. ഓർമ്മ വന്നോ? ഇത് ആരെഴുതിയ കവിത എന്നുള്ളതാണ് ചോദ്യം. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ.
ഏത് സിനിമയിലാണ് കേട്ടെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇത് ഏത് കവിയുടെ കവിതയാണെന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടി പറയണോ? ഒരിക്കൽ കൂടി പറയാമേ. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിൽ അയച്ചതീശൻ. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഉള്ളൂർ എന്ന് സഹ്ല യാസർ പറയുന്നു. കേട്ടില്ല എന്ന് സിൽവി മൈക്കിൾ. ഒന്നുകൂടി പറയാമേ. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകിയത്രേ മനുഷ്യരെ പാരിൽ അയച്ചതീശൻ. പ്രീതി പവിത്രൻ പറയുന്നു ഉള്ളൂർ. ലേഖ ജസ്റ്റിൻ പറയുന്നു KC കേശവപിള്ള. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്ന് സുരേഷ് പറയുന്നു. ആണോ ആവോ? ലേഖ ജസ്റ്റിൻ. ഇത് മറ്റേ ജഗദീഷ് പറയുന്ന പോലെ വണ്ടിയുടെ നമ്പർ നീ നോക്കിയോ? നോക്കി. 6634 ആണോ അതോ 5522 ആണോ? അങ്ങനെ എന്തോ ആണത്. ഉള്ളൂർ എന്ന് സിൽവി മൈക്കിൾ. ജയശ്രീ ജോൺ പറയുന്നു പ്രഹ്ലാദ ചരിതം. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിൽ അയച്ചതീശൻ. ഏതാണ് കവിത? ആരാണ് എഴുതിയത്? KC കേശവപിള്ള എന്ന് ഷാഫി പറയുന്നു. നിഷിബ എം നിഷി പറയുന്നു KC കേശവപിള്ള. പ്രഹ്ലാദ ചരിതം എന്ന കവിതയാണെന്ന് ജയശ്രീ ജോൺ പറയുന്നു. വേഗം ഉത്തരം പറയൂ. ഒരു ക്ലൂ അല്ല, ഈ കവിത നമ്മൾ കേട്ടത് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന സിനിമയിലാണ്. നിങ്ങൾ കേട്ട് കാണും, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. നേരത്തെ കവിത വായിച്ചിട്ടുള്ളവർ കാണും. ഞാനിത് കേട്ടത് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന സിനിമയിൽ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ഒരു ഡയലോഗായിട്ടാണ്. ജയശ്രീ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി, അധിക പ്രസംഗം വേണ്ടെന്ന് സിൽവി മൈക്കിൾ. ഞാനാണ് ആവശ്യപ്പെട്ട എല്ലാവരോടും നിങ്ങൾക്ക് കവിതയുടെ പേരറിയാമെങ്കിൽ അതുകൂടി പറയാം. നമ്മൾ ഈ ക്വിസുകളിലൂടെ ഉദ്ദേശിക്കുന്നത് ആളുകളുടെ മെമ്മറിയൊക്കെ ഒന്നുകൂടി ഒന്ന് എന്താ പറയുക ഇളക്കി വിടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ കവിതയുടെ പേര് കൂടി പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ അതെടുത്ത് വായിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. കൊച്ചിന് പഠിപ്പിക്കാൻ എടുത്തപ്പോൾ വായിച്ച ഒരു ഓർമ്മ, അതാണെന്ന് ലേഖ ജസ്റ്റിൻ പറയുന്നു. വേഗം ഉത്തരം പറയൂ. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിൽ അയച്ചതീശൻ. KC കേശവപിള്ള എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ കുറേ പേര് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ. KC കേശവപിള്ള എന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? ആദ്യം പറഞ്ഞത് എൻ്റെ ഫേസ്ബുക്കിൽ ആരാണ് ആദ്യം പറഞ്ഞത്? ഒന്ന് കണ്ടുപിടിച്ച് തരൂ പ്ലീസ്. ആരെങ്കിലും ആ 3 പേരുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യുമോ? KC കേശവപിള്ളയുടെ പ്രഹ്ലാദ ചരിതം എന്ന കവിതയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഞാൻ വായിച്ചത്. എൻ്റെ കൈക്ക് അത്രയും നീളമില്ലെന്ന് സിൽവി മൈക്കിൾ. ഇത്രയും നീളം വെച്ചിട്ട് ഇതാണ് അവസ്ഥ. ഈ നീളം കൂടി ഉണ്ടെങ്കിൽ എന്തായിരുന്നതിന് അവസ്ഥ? പിടിച്ചാൽ കിട്ടൂ. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിൽ അയച്ചതീശൻ. KC കേശവപിള്ളയുടെ കവിതയാണിത്. ആദ്യത്തെ 3 ഉത്തരം പറഞ്ഞത് ആരൊക്കെയാണ്? ലേഖ, പിന്നെ ആരായിരുന്നു? ലേഖ, ഷാഫി, നിഷിബ. ഓക്കെ, അപ്പം ലേഖ, ഷാഫി, നിഷിബയ്ക്കാണ് പോയിന്റ്. ലേഖ 3 പോയിന്റുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരും പെട്ടെന്ന് ഉത്തരം പറയാം. ലേഖ ജസ്റ്റിനാണ് ആദ്യം വന്ന്. ശ്രീദേവി വന്നിട്ടുണ്ട്. ഇനി എല്ലാവരും ജാഗ്രത. മറ്റേ എന്താ പറയുക, വൈകി വന്നാലും പോയിന്റ് നിലയിൽ മുന്നോട്ട് പോകാനുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ശ്രീദേവി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി മത്സരം കടുക്കും. ഓർമ്മ ശരിയായി തുടങ്ങി, പ്രായം കുറഞ്ഞു വരുന്നുണ്ടെന്ന് ലേഖ ജസ്റ്റ്. ഓക്കെ, അപ്പോൾ ലേഖയ്ക്കും ഷാഫിക്കും നിഷിബയ്ക്കുമാണ് കേട്ടോ പോയിന്റ്. അപ്പം നമുക്ക് 6ാമത്തെ ചോദ്യം ചോദിക്കാം. 6ാമത്തെ ചോദ്യം കേശവപിള്ള എന്ന സമീർ ഹസൻ. ശരി ഉത്തരമാണ് സമീർ. ഇവർക്ക് അന്ധകാരം നിറഞ്ഞൊരു ലോകം തുറക്കപ്പെടുമ്പോൾ ജനിച്ചെന്ന തെറ്റിനു ജീവിക്കുകെന്നേ വിധിക്കപ്പെടുമ്പോൾ തമസിൻ തുരുമ്പിച്ച കൂടാരമൊന്നിൽ തളച്ചിട്ട ദുഃഖങ്ങൾ ഞങ്ങൾ.
ഒന്നുകൂടി വായിക്കാമേ. ഇവർക്ക് അന്ധകാരം നിറഞ്ഞൊരു ലോകം തുറക്കപ്പെടുമ്പോൾ, ജനിച്ചെന്ന തെറ്റിനു ജീവിക്കുകെന്നേ വിധിക്കപ്പെടുമ്പോൾ, തമസിൻ തുരുമ്പിച്ച കൂടാരമൊന്നിൽ തളച്ചിട്ട ദുഃഖങ്ങൾ ഞങ്ങൾ. ശ്രീദേവിയെ പൂട്ടിയിട്ടു, ആരയച്ചു വിട്ടതെന്ന് സിൽവി മൈക്കിൾ ചോദിക്കുന്നുണ്ട്. ശ്രീദേവി വന്നു എന്നാൽ ഞാൻ പോണു എന്ന് ലേഖ ജസ്റ്റിൻ പറയുന്നു. ഒന്നുകൂടി വായിക്കാം. ഇവർക്ക് അന്ധകാരം നിറഞ്ഞൊരു ലോകം തുറക്കപ്പെടുമ്പോൾ, ജനിച്ചെന്ന തെറ്റിനു ജീവിക്കുകെന്നേ വിധിക്കപ്പെടുമ്പോൾ, തമസിൻ തുരുമ്പിച്ച കൂടാരമൊന്നിൽ തളച്ചിട്ട ദുഃഖങ്ങൾ ഞങ്ങൾ. ഇങ്ങോട്ട് നോക്കി വായിക്കുമെന്ന്. എന്നാ ഇങ്ങോട്ട് നോക്കി വായിക്കാം. ഇവർക്ക് അന്ധകാരം നിറഞ്ഞൊരു ലോകം തുറക്കപ്പെടുമ്പോൾ, ജനിച്ചെന്ന തെറ്റിനു ജീവിക്കുകെന്നേ വിധിക്കപ്പെടുമ്പോൾ, തമസിൻ തുരുമ്പിച്ച കൂടാരമൊന്നിൽ തളച്ചിട്ട ദുഃഖങ്ങൾ ഞങ്ങൾ. കിട്ടിയോ ഉത്തരം? ഉത്തരം കിട്ടിയോ? ONV കുറിപ്പെന്ന് അമ്പിളി സിവി പറയുന്നു. പിന്നെന്താ, ലേഖ ജസ്റ്റിൻ പറയുന്നു ONV. കവിത നിശാഗന്ധി നീയത്ര ധന്യ എന്ന് അമ്പിളി സിവി പറയുന്നു. ONV എന്ന് സുരേഷ് ഷീജ ഇബ്രാഹിം പറയുന്നു ONV. ശ്രീദേവി നമ്പ്യാർ പറയുന്നു ONV. നിശാഗന്ധി നീയത്ര ധന്യ സഹല യാസർ പറയുന്നു ONV. ഇപ്പൊ കേട്ടിനി ലേഖ ഉത്തരം പറയുന്നത് ജയശ്രീ ജോൺ. കണ്ട കള്ളക്കളി എന്നെ കൊണ്ട് നേരെ നോക്കി വായിപ്പിച്ചിട്ട് ഇപ്പൊ ഉത്തരം അറിയില്ലാന്ന്. റാണി തോമസ്, ഷിബു ജോർജ് പറയുന്നു ONV. സിൽവി മൈക്കിൾ പറയുന്നു ONV. എല്ലാവരും ശരി ഉത്തരമാണ് പറഞ്ഞത്. ONV ഗ്രൂപ്പിന്റെ രചനയാണിത്. ഇവർക്ക് അന്ധകാരം നിറഞ്ഞൊരു ലോകം തുറക്കപ്പെടുമ്പോൾ, ജനിച്ചെന്ന തെറ്റിനു ജീവിക്കുകെന്നേ വിധിക്കപ്പെടുമ്പോൾ, തമസിൻ തുരുമ്പിച്ച കൂടാരമൊന്നിൽ തളച്ചിട്ട ദുഃഖങ്ങൾ ഞങ്ങൾ. നിശാഗന്ധി നീയത്ര ധന്യ എന്ന കവിതയിലെ ഭാഗമാണത്. അപ്പൊ ആദ്യ ഉത്തരം പറഞ്ഞത് അമ്പിളി സിവി ആണെന്നാണ് എനിക്ക് കണ്ടത് കേട്ടോ. നോക്കണേ, അമ്പിളി സിവിക്ക് ഒരു പോയിന്റ്. രണ്ടാമത് ആരാ പറഞ്ഞത്? രണ്ടാമത് പറഞ്ഞത് ആരാ പറഞ്ഞത്? രണ്ടാമത് നോക്കി പറയണേ. ഒന്നാമത് പറഞ്ഞത് അമ്പിളി സിവി. രണ്ടാമത് പറഞ്ഞ ആരാ? ഈ കമന്റിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചെത്തില്ല. ആരെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാവോ? അമ്പിളി സിവി മാത്രം ഞാൻ കണ്ടു ആദ്യം. രണ്ടാമത് പറഞ്ഞത് ലേഖ. മൂന്നാമത് പറഞ്ഞത് സുരേഷ്. ഓക്കെ, അപ്പോൾ അമ്പിളി സിവിക്കും ലേഖയ്ക്കും സുരേഷിനുമാണ് പോയിന്റ്. അപ്പൊ നമുക്ക് ഏഴാമത്തെ ചോദ്യം ചോദിച്ചാലോ? ചോദിക്കട്ടെ. ONV എന്ന ഷാഫി. ഇത് ഉത്തരം ശരിയാണ് കേട്ടോ. ONV കുറിപ്പാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി, വിയതങ്കണത്തിലെ കാർകൾ ചെങ്ങി, എഴുതുവാൻ പോയ കിടാവു വന്നിയിൽ എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി. ആരാണ് ഈ കവിത എഴുതിയത്? പോയിന്റ് നിലയറിയണോ? ഓക്കെ, ലേഖ ജസ്റ്റിൻ 1, 2, 3, 4. ലേഖയ്ക്ക് 4 പോയിന്റുമായി ലേഖ മുന്നിൽ നിൽക്കുന്നു. അമ്പിളി സിവി 1, 2, 3 പോയിന്റുമായി അമ്പിളി സിവി രണ്ടാം സ്ഥാനത്ത്. 2 പോയിന്റുമായി ജയശ്രീ ജോൺ മൂന്നാം സ്ഥാനത്ത്. ബാക്കി ഓരോ പോയിന്റ് പ്രീതി പവിത്രൻ, സിന്ധു ഭാരതി, സുരേഷിന് 2 പോയിന്റ് ഉണ്ട് കേട്ടോ. ജയശ്രീക്കും സുരേഷിനും 2 പോയിന്റ് വീതം മൂന്നാം സ്ഥാനത്ത്. പ്രീതി പവിത്രൻ, സിന്ധു ഭാരതി, സഹല യാസർ, ഷൈന പി, സമീർ ഹസൻ, ഷാഫി, നിഷിബ തുടങ്ങിയവരൊക്കെ ഓരോ പോയിന്റ്. ഒന്നാം സ്ഥാനത്ത് ലേഖ ജസ്റ്റിൻ. ഓക്കെ, ഒന്നുകൂടി പറയാം ഞാൻ. വെയിൽ മങ്ങി മഞ്ഞ കതിരു പൊങ്ങി, വിയതങ്കണത്തിലെ കാർകൾ ചെങ്ങി, എഴുതുവാൻ പോയ കിടാവു വന്നിയിൽ എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി. ഇത് ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു കവിതയാണെന്ന് എനിക്കറിയാം. ഇടശ്ശേരി എന്ന് ജയശ്രീ ജോൺ പറയുന്നു. റാണി തോമസ്, ഷിബു ജോർജ് പറയുന്നു. വൈലോപ്പിള്ളി എന്ന് സുരേഷ് പറയുന്നു. ഇടശ്ശേരി എന്ന് ലേഖ ജസ്റ്റിൻ. ഷീജ ഇബ്രാഹിം പറയുന്നു ഇടശ്ശേരി. ഫർസാന സന പറയുന്നു ഇടശ്ശേരി. അമ്പിളി സിവി ഇടശ്ശേരി. സിൽവി മൈക്കിൾ ഇടശ്ശേരി പൂതപ്പാട്ട്. ശ്രീദേവി നമ്പ്യാർ പറയുന്നു ഇടശ്ശേരി. പ്രീതി പവിത്രൻ പറയുന്നു ഇടശ്ശേരി. സഹല യാസർ പറയുന്നു ഇടശ്ശേരി. ഞാൻ മോൻ്റെ സ്കൂളിൽ പിള്ളേരെ പഠിപ്പിച്ച കവിതയെന്ന് ലേഖ ജസ്റ്റിൻ. മൂവന്തിപ്പൂക്കൾ എന്ന സിനിമയിൽ ഉണ്ടോ?
മകരക്കൊയ്ത്ത് എന്ന് സുരേഷ് പറയുന്നു. ഞാൻ ഉത്തരങ്ങൾ പറയുന്നതിന് മുമ്പ് 3-4 ഉത്തരങ്ങൾ വരുന്നു എന്ന് സിൽവി മൈക്കിൾ. നെറ്റിൻ്റെ പ്രശ്നമായിരിക്കും. നിഷി പറയുന്നു ONB. ഷാഫി പറയുന്നു ഇടശ്ശേരി. സിന്ധു ഭാരതി പറയുന്നു ഇടശ്ശേരി. അജി ഭാനു പറയുന്നു ഇടശ്ശേരി ഗോവിന്ദൻ നായർ. നിഷി പറയുന്നു നിശാഗന്ധി എത്ര ധന്യ. അത് മുമ്പത്തെ ചോദ്യത്തിന് ഉത്തരമല്ലേ. ബിന്ദു എസ് നായർ തോറ്റടി പറയുന്നു ഇടശ്ശേരി. വെയിൽ മങ്ങി മഞ്ഞക്കതിരു പൊങ്ങി വിയതങ്കണത്തിലെ കാർകൾ ചെങ്ങി എഴുതുവാൻ പോയ കിടാവു വന്നീൽ എവിടെ പോയി നങ്ങേലി നിന്നു തേങ്ങി. നങ്ങേലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതയിൽ നിന്നുള്ളതാണ്. നെറ്റ് പ്രശ്നമുണ്ടെന്ന് അതുകൊണ്ടായിരിക്കാം ചോദ്യം വൈകി കാണുന്നുണ്ടാവും ചിലർക്കൊക്കെ. അപ്പോൾ ആദ്യത്തെ ഉത്തരം പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ്. ജയശ്രീ ജോൺ ആണ് എനിക്ക് കാണിക്കുന്നത്. ജയശ്രീ ജോണിന് 1 പോയിന്റ്. റാണി തോമസ് സ്കോർ ബോർഡിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ലേഖ ജസ്റ്റിൻ അല്ലേ. ജയശ്രീ ജോൺ, റാണി തോമസ്, ലേഖ ജസ്റ്റിൻ, ഇവർക്കാണ് എനിക്ക് 3 പേർക്ക് കാണുന്നത്. റാണി തോമസ്, ലേഖ, ജയശ്രീ ജോൺ. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടുത്ത കവിത. എന്തിന് മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം. എന്തിന് മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം. ഏത് കവിയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്തിനു മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങളല്ല മാത്രകൾ മാത്രം. കിട്ടിയോ ഉത്തരം? ബാങ്ക് വിളിച്ചു, പള്ളിയിൽ പോണമെന്ന് ഷാഫി. ഉത്തരം കിട്ടിയോ? ഒന്നുകൂടി പറയണോ? എന്തിനു മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം. ഏത് കവിയാണ് എന്നുള്ളതാണ് ചോദ്യം. ലേഖ ജസ്റ്റിൻ പറയുന്നു വൈലോപ്പിള്ളി. ബിന്ദു എസ് നായർ പറയുന്നു വൈലോപ്പിള്ളി. വൈലോപ്പിള്ളിയുടെ ഊഞ്ഞാലാണെന്നാണ് തോന്നുന്നതെന്നും ലേഖ ജസ്റ്റിൻ പറയുന്നുണ്ട്. ഷീജ ഇബ്രാഹിം പറയുന്നു വൈലോപ്പിള്ളി. ബിന്ദു എസ് നായർ തോറ്റടിയിൽ പറയുന്നു വൈലോപ്പിള്ളി. ശ്രീദേവി നായർ പറയുന്നു വൈലോപ്പിള്ളി. ഉത്തരം ശരിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞത് ലേഖ. ഓക്കെ, ലേഖയ്ക്ക് 1 പോയിന്റ്. രണ്ടാമത് പറഞ്ഞത് റാണിയല്ലേ, റാണി തോമസ്. മൂന്നാമത് പറഞ്ഞത് ഷീജ ഇബ്രാഹിം ആണോ? ലേഖ ജസ്റ്റിൻ, റാണി തോമസ് അല്ല, ബിന്ദു എസ് നായരാണ് മൂന്നാമത് പറഞ്ഞത്. അപ്പൊ ബിന്ദു എസ് നായർക്ക് 1 പോയിന്റ്. എന്തിന് മർത്യായുസ്സിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങളല്ല മാത്രകൾ മാത്രം. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതയാണത്. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. കുറച്ച് സ്പീഡിൽ പോകാം കേട്ടോ. നമ്മൾ കുറച്ചധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അരമണിക്കൂർ കഴിയുകയും ചെയ്തു. പേർത്തുമൻ കണ്ണിൽ നിന്ന് എപ്പോഴും വീഴുന്ന നീർത്തുള്ളി പിച്ചകമാകുമെങ്കിൽ തങ്കമേ ഞാനൊരു മാലയായി കോർക്കതു നിൻ കരിക്കൂന്തലിൽ ചാർത്തിയേനെ. പേർത്തുമൻ കണ്ണിൽ നിന്നെപ്പോഴും വീഴുന്ന നീർത്തുള്ളി പിച്ചകമാകുമെങ്കിൽ തങ്കമേ ഞാനൊരു മാലയായി കോർക്കതു നിൻ കരിക്കൂന്തലിൽ ചാർത്തിയേനെ. ആരാണ് ഈ റൊമാൻറ്റിക് കവി? വേഗം ഉത്തരം പറഞ്ഞാൽ നമുക്ക് വേഗം ചോദ്യങ്ങളിലേക്ക് പോവാം. പേർത്തുമൻ കണ്ണിൽ നിന്ന് എപ്പോഴും വീഴുന്ന നീർത്തുള്ളി പിച്ചകമാകുമെങ്കിൽ തങ്കമേ ഞാനൊരു മാലയായി കൂർക്കതു നിൻ കരിക്കൂന്തലിൽ ചാർത്തിയേനെ. ആരാണ് ആ കവി? പൂന്താനം എന്ന് സുരേഷ്.
ഒന്നുകൂടി പറയണോ? പേർത്തുമെൻ കണ്ണിൽ നിന്നെപ്പോഴു വീഴുന്ന നീർത്തുള്ളി പിച്ചകമാകുമെങ്കിൽ തങ്കമേ ഞാനൊരു മാലയായി കോർക്കതു നിൻ കരിക്കൂന്തലിൽ ചാർത്തിയേനെ. പി കുഞ്ഞിരാമൻ നായരെന്ന് സിൽവി മൈക്കിൾ പറയുന്നു. പൂന്താനം എന്ന് ഷീജ ഇബ്രാഹിം. ഉള്ളൂർ എന്ന് ജയശ്രീ ജോൺ പറയുന്നു. റാണി തോമസ് ഷിബു ജോർജ് പറയുന്നു പൂന്താനം. എന്താണ് ഉത്തരം? ഒന്നുകൂടെ പറയണോ? പൂന്താനം എന്നാണ് കൂടുതൽ പേര് പറയുന്നത്. ഷീജ ഇബ്രാഹിം. പേർത്തുമൻ കണ്ണിൽ നിന്ന് എപ്പോഴും വീഴുന്ന നീർത്തുള്ളി പിച്ചകമാകുമെങ്കിൽ തങ്കമേ ഞാനൊരു മാലയായി കോർക്കതു നിൻ കരിക്കൂന്തലിൽ ചാർത്തിയേനെ. ചങ്ങമ്പുഴയെന്ന് സിൽവി മൈക്കിൾ പറയുന്നു. അറിഞ്ഞൂടാ എന്ന് ലേഖ ജസ്റ്റിൻ. വേഗം വേഗം ആലോചിക്കൂ. പി കുഞ്ഞിരാമൻ എന്ന് അമ്പിളി സി വി. പേർത്തുമൻ കണ്ണിൽ നിന്ന് എപ്പോഴും വീഴുന്ന നീർത്തുള്ളി പിച്ചകമാകുമെങ്കിൽ തങ്കമേ ഞാനതു മാലയായി കോർക്കതു തങ്കമേ ഞാനൊരു മാലയായി കോർക്കതു നിൻ കരിക്കൂന്തലിൽ ചാർത്തിയേനെ. ഉള്ളൂർ എന്ന ശ്രീദേവി നമ്പ്യാർ. അമൃതധാര. ഫർസാന സന പറയുന്നു ഉള്ളൂർ. സുരേഷ് പറയുന്നു ഉള്ളൂർ. ബിന്ദു എസ് നായർ തോറ്റടിയിൽ പറയുന്നു ഉള്ളൂർ. ഉത്തരം ശരിയാണ്. ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടെ കവിതയാണത്. ആദ്യം പറഞ്ഞത് ജയശ്രീ ആണെന്ന് തോന്നുന്നു. ജയശ്രീക്ക് ശേഷം പറഞ്ഞത് ജയശ്രീക്ക് ശേഷം ഉള്ളൂർ എന്ന് പറഞ്ഞത് ആരാ? ആരെങ്കിലും ഒന്ന് നോക്കി പറയോ? ജയശ്രീ ജോണിന്റെ പേര് കഴിഞ്ഞ് പിന്നെയുള്ള പേരുകളൊന്നും എനിക്ക് ക്ലിയർ ആയി കാണുന്നില്ല. ഉള്ളൂർ എന്ന് പറയുന്നത് ശ്രീദേവി നമ്പ്യാരാണോ? ശ്രീദേവിയാണോ രണ്ടാമത് പറഞ്ഞത്? മൂന്നാമത് പറഞ്ഞത് ഫർസാന അല്ലേ? ജയശ്രീ, ശ്രീദേവി, ഫർസാന, അങ്ങനെയല്ലേ? ജയശ്രീ, ശ്രീദേവി, ഫർസാന, ഇവർക്കല്ലേ ആദ്യത്തെ 3 പോയിന്റ്? എന്തോ കള്ളക്കളിയുണ്ട് ജയശ്രീക്ക്. എല്ലാ ഉത്തരവും അറിയാം എന്ന്. അറിയില്ല, കാരണം അജിത് രാജാണ് ഈ ചോദ്യങ്ങൾ തന്നതെന്ന് ജയശ്രീ പോലും എന്നായിരിക്കും അറിഞ്ഞിരിക്കുന്നത്. ഞാൻ ശ്രീദേവി, ഫർസാന. അതെ, ശ്രീദേവി, ജയശ്രീ, ഫർസാന, ഇവർക്കാണ് ഓരോ പോയിന്റ് കേട്ടോ. ഞാനെന്ന് ശ്രീദേവി നമ്പ്യാർ പോയിന്റ് ഉണ്ട്. അടുത്ത ചോദ്യം. അവശന്മാരാർത്തന്മാരാലംബഹീനന്മാർ അവരുടെ സങ്കടമാരറിയാൻ അവരുടെ പട്ടിണി എന്ന് തീരാൻ. തെറ്റിയിട്ടുണ്ടാവും കേട്ടോ, എന്നാൽ ആദ്യത്തെ വരി ശരിയാണ്. അവശന്മാരാർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടം ആരറിയാൻ. ഏത് കവിയുടെ കവിത എന്നുള്ളതാണ് ചോദ്യം. അവശന്മാർ ആർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടം ആരറിയാൻ. കിട്ടിയോ ഉത്തരം? അവശന്മാർ ആർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടം ആരറിയാൻ. അവരർദ്ധനഗ്നന്മാർ അവിടെ എന്തൊരു തെറ്റുണ്ട് കേട്ടോ. അവരുടെ പട്ടിണി എന്നു തീരാൻ. ആരുടെ കവിതയാണെന്നുള്ളതാണ് ചോദ്യം. കിട്ടിയോ? ഒന്നുകൂടി ചോദിക്കണം. അവശന്മാർ ആർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടം ആരറിയാൻ. അവരർദ്ധനഗ്നന്മാർ അവരുടെ പട്ടിണി എന്നു തീരാൻ. ഇടയിലൊരു വാക്ക് വിട്ടിട്ടുണ്ട്, അതെനിക്ക് ക്ലിയർ അല്ല. ചങ്ങമ്പുഴ എന്ന് സിൽവി മൈക്കിൾ പറയുന്നു. പി ഭാസ്കരൻ എന്ന് അമ്പിളി സി വി പറയുന്നു. ചങ്ങമ്പുഴ എന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നു. ഏതാണ് ഉത്തരം? ചങ്ങമ്പുഴയാണോ പി ഭാസ്കരനാണോ? അവശന്മാർ ആർത്തന്മാർ ആലംബഹീനന്മാർ അവരുടെ സങ്കടം ആരറിയാൻ.
അവരർദ്ധനഗ്നന്മാർ അവരുടെ പട്ടിണി എന്നു തീരാൻ. ശ്രീദേവി നമ്പ്യാർ പറയുന്നു ചങ്ങമ്പുഴ. സിൽവി മൈക്കിൾ പറയുന്നു ചങ്ങമ്പുഴ വാഴക്കുല. ലേഖ ജസ്റ്റിൻ പറയുന്നു ചങ്ങമ്പുഴ. ഉത്തരം ശരിയാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതയാണിത്. ഉത്തരം ആദ്യം പറഞ്ഞത് സിൽവി മൈക്കിൾ അല്ലേ? സിൽവിയാണ് ഒരു ഉത്തരം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ശ്രീദേവി അല്ലേ? മൂന്നാമത് പറഞ്ഞത് ലേഖ ജസ്റ്റിൻ അല്ലേ? സിൽവി, ശ്രീദേവി, ലേഖ, ഇങ്ങനെയല്ലേ പോയിന്റ്? സിൽവി, ശ്രീദേവി, ലേഖ. ചങ്ങമ്പുഴയുടെ കവിതയാണ് വാഴക്കുല എന്ന കവിതയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അടുത്തത് കുറച്ച് ആധുനിക കവിതയാണ് കേട്ടോ. കോളപ്പരസ്യത്തിനൊപ്പമാ പ്രേക്ഷകർ കോരിത്തരിക്കും ഈ കാഴ്ച പകർത്തുവാൻ ചാനൽ പരുന്തു പറക്കുന്നു ചുറ്റിലും. സിൽവി, ശ്രീദേവി, ലേഖ. അതെ, അങ്ങനെ തന്നെയാണ് അർത്ഥിപ്പിക്കുന്നത്. ഇതാരുടെ കവിതയാണെന്ന് പറയൂ. കോളപ്പരസ്യത്തിനൊപ്പമാ പ്രേക്ഷകർ കോരിത്തരിക്കും ഈ കാഴ്ച പകർത്തുവാൻ ചാനൽ പരുന്തു പറക്കുന്നു ചുറ്റിലും. കിട്ടിയോ? കോളപ്പരസ്യത്തിനൊപ്പമാ പ്രേക്ഷകർ കോരിത്തരിക്കും ഈ കാഴ്ച പകർത്തുവാൻ ചാനൽ പരുന്തു പറക്കുന്നു ചുറ്റിലും. ബെന്യാമിൻ എന്ന് സുരേഷ് പറയുന്നു. ബെന്യാമിൻ കവിത എഴുതാറുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല അതുവരെ. കോളപ്പരസ്യത്തിനൊപ്പമാ പ്രേക്ഷകർ കോരിത്തരിക്കും ഈ കാഴ്ച പകർത്തുവാൻ ചാനൽ പരുന്തു പറക്കുന്നു ചുറ്റിലും. മുരുകൻ കാട്ടാക്കട എന്ന് ശ്രീദേവി നമ്പ്യാർ. ഏഴാച്ചേരി രാമചന്ദ്രൻ എന്ന് സിൽവി മൈക്കിൾ. എ അയ്യപ്പൻ എന്ന് അമ്പിളി സി വി. പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഏതാണ് ശരി ഉത്തരം? കോളപ്പരസ്യത്തിനൊപ്പമാ പ്രേക്ഷകർ കോരിത്തരിക്കും ഈ കാഴ്ച പകർത്തുവാൻ ചാനൽ പരുന്തു പറക്കുന്നു ചുറ്റിലും. ആരാണ് കവി എന്നുള്ളതാണ് ചോദ്യം. മുരുകൻ കാട്ടാക്കട എന്ന് സിൽവി മൈക്കിൾ, സമീർ ഹസൻ തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. കോളപ്പരസ്യത്തിനൊപ്പമാ പ്രേക്ഷകർ കോരിത്തരിക്കും ഈ കാഴ്ച പകർത്തുവാൻ ചാനൽ പരുന്തു പറക്കുന്നു ചുറ്റിലും. മുരുകൻ കാട്ടാക്കട എന്നുള്ളത് തന്നെയാണ് ഉത്തരം. അപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞവർ ശ്രീദേവി, സിൽവി, സമീർ ഹസൻ അല്ലേ? ശ്രീദേവി, സിൽവി, സമീർ ഹസൻ, ഇവർക്കാണ് ഞാൻ 3 പോയിന്റ് കൊടുത്തിരിക്കുന്നത്. വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണേ. ലേഖ ജസ്റ്റിൻ പറയുന്നു മുരുകൻ കാട്ടാക്കട. ഓക്കെ, അടുത്ത ചോദ്യേ. ശ്രീദേവി, സിൽവി, സമീർ. അതെ. നീതിക്കു വേണ്ടി കരഞ്ഞുഴഞ്ഞിടവേ ഗീത ചൊല്ലിക്കേട്ടോരർജുനനല്ല ഞാൻ. നീതിക്കു വേണ്ടി കരഞ്ഞുഴന്നിടവേ ഗീത ചൊല്ലിക്കേട്ടൊരർജുനനല്ല ഞാൻ. വേഗം ഉത്തരം പറയൂ. നീതിക്ക് വേണ്ടി കരഞ്ഞുഴഞ്ഞിടവേ ഗീത ചൊല്ലിക്കേട്ടൊരർജുനനല്ല ഞാൻ. നീതിക്ക് വേണ്ടി കരഞ്ഞുഴഞ്ഞിടവേ ഗീത ചൊല്ലിക്കേട്ടോരർജുനനല്ല ഞാൻ. ആരുടെ കവിതയാണെന്നുള്ളതാണ് ചോദ്യം. വേഗം ഉത്തരം പറയൂ. നീതിക്ക് വേണ്ടി കരഞ്ഞുഴഞ്ഞിടവേ ഗീത ചൊല്ലിക്കേട്ടോരർജുനനല്ല ഞാൻ. നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിന്റെ ഭിത്തിയിൽ കയ്യൂന്നി കാഴ്ച കാണാൻ. എനിക്ക് തോന്നുന്നു മുരുകൻ കാട്ടാക്കുടയുടെ കവിതയുടെ അടുത്ത വരിയാണെന്ന് തോന്നുന്നു ശ്രീദേവി ചൊല്ലിയത്.
ബാലേന്ദ്രൻ ചുള്ളിക്കാടെന്ന് സിൽവി മൈക്കിൾ. സുരേഷ് പറയുന്നു ചുള്ളിക്കാട്. ഒന്നുകൂടി പറയാമേ. നീതിക്ക് വേണ്ടി കരഞ്ഞുഴഞ്ഞിടവേ ഗീത ചൊല്ലിക്കേട്ടോർ അർജുനനല്ല ഞാൻ. ചുള്ളിക്കാടെന്ന് സമീർ ഹസൻ, സഹ്ല യാസർ, ജെസി കോലക്കാടൻ, ലേഖ ജസ്റ്റിൻ തുടങ്ങിയവർ പറയുന്നു. റാണി തോമസ് ഷിബു ജോർജ് പറയുന്നു അയ്യപ്പ പണിക്കർ. നീതിക്ക് വേണ്ടി കരഞ്ഞുഴഞ്ഞിടവേ ഗീത ചൊല്ലിക്കേട്ടോർ അർജുനനല്ല ഞാൻ. ആരാണ് കവി എന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് പേര് ചുള്ളിക്കാടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീദേവി നമ്പ്യാർ പറയുന്നു അയ്യപ്പ പണിക്കർ. റാണി തോമസ് ഷിബു ജോർജ് പറയുന്നു അയ്യപ്പ പണിക്കർ. കുരുക്ഷേത്രം എന്ന് റാണി തോമസ് ഷിബു ജോർജ്. കവിതയുടെ പേരാണെന്ന് തോന്നുന്നു. ഫർസാന സന പറയുന്നു അയ്യപ്പ പണിക്കർ. അയ്യപ്പ പണിക്കറാണ് കേട്ടോ. ഡോക്ടർ കെ അയ്യപ്പ പണിക്കറാണ് ഉത്തരം. ആദ്യ ഉത്തരം പറഞ്ഞത് റാണി തോമസ്. രണ്ടാമത് ഉത്തരം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാർ. മൂന്നാമത് ഉത്തരം പറഞ്ഞത് ഫർസാന. എന്നോട് പിണങ്ങി വന്ന സിൽവി മൈക്കിൾ. ചിലപ്പോൾ ഫേസ്ബുക്കിൻ്റെ എന്തെങ്കിലും കൂടോത്രമായിരിക്കും. അടുത്ത ചോദ്യേ. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. റാണി, ശ്രീദേവി, ഫർസാന. അത് അവർക്കാണ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. വൈലൂപ്പള്ളി എന്ന് ജെസി കൊലക്കാട് ആണോ? നിങ്ങളെങ്ങനെ, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. ആരാണ് കവി? വൈലോപ്പിള്ളിയാണെന്ന് അയ്യപ്പ പണിക്കരാണെന്നും പറയുന്നു. ആണോ? അയ്യപ്പ പണിക്കർ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിന് ഉത്തരവാണെന്ന് തോന്നുന്നില്ല. അമ്പിളി. നീതിക്ക് വേണ്ടി കരഞ്ഞുഴഞ്ഞിടവേ ഗീത ചൊല്ലിക്കേട്ടൊരു അർജുനൻ അല്ല ഞാൻ. അത് അയ്യപ്പ പണിക്കരാണ്. ഇപ്പോഴത്തെ ചോദ്യം നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. കടമ്മനിട്ടയുടെ കവിതയാണിത്. കടമ്മനിട്ട രാമകൃഷ്ണന്റെ കവിതയാണ്. ഉത്തരം ആദ്യം പറഞ്ഞത് ജയശ്രീ ജോൺ അല്ലേ? രണ്ടാമത് പറഞ്ഞത് ലേഖ ജസ്റ്റിൻ. മൂന്നാമത് പറഞ്ഞത് റാണി തോമസ് അല്ലേ? ജയശ്രീ, ലേഖ, റാണി തോമസ്. കടമ്മനിട്ട എന്ന് ജെസി കൊലക്കാടൻ, സിൽവി മൈക്കിൾ എന്ന് പറയുന്നു. ഞാൻ ലേഖ, റാണി. അതെ, ജയശ്രീ, ലേഖ, റാണിക്കാണ് പോയിന്റ് കേട്ടോ. അടുത്ത ചോദ്യേ. അടുത്ത കവിത. കടമ്മനിട്ടാന്ന് നിഷിവായൻ, നിഷി, അമ്പിളി, സി വി തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. അടുത്ത കവിത കേൾക്കണേ. മരണവേഗത്തിലോടുന്ന വണ്ടികൾ, നഗരവീഥികൾ, നിത്യപ്രയാണങ്ങൾ, മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, സത്രച്ചുമരുകൾ. ആരുടെ കവിതയാണെന്നുള്ളതാണ് ചോദ്യം. മരണവേഗത്തിലോടുന്ന വണ്ടികൾ, നഗരവീഥികൾ, നിത്യപ്രയാണങ്ങൾ, മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, സത്രച്ചുമരുകൾ. ഞാനാണ് എനിക്ക് ആദ്യം. അത് ഫേസ്ബുക്കിൻ്റെ ഒരു പ്രശ്നമായിരിക്കും ശ്രീദേവി. ചിലപ്പോൾ നമുക്ക് നമ്മുടെ കമൻ്റ് ആയിരിക്കും ആദ്യം കാണിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. മരണവേഗത്തിലോടുന്ന വണ്ടികൾ, നഗരവീഥികൾ, നിത്യപ്രയാണങ്ങൾ, മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, സത്രച്ചുമരുകൾ. ആരുടെ കവിതയാണെന്നുള്ളതാണ് ചോദ്യം. അമ്പിളി സിബി പറയുന്നു ചുള്ളിക്കാട്. ശ്രീദേവി നമ്പ്യാർ പറയുന്നു ചുള്ളിക്കാട്. ശ്രീദേവി നമ്പ്യാർ പറയുന്നു സൗഹൃദം. ബാലചന്ദ്രൻ ചുള്ളിക്കാടെന്ന് റാണി തോമസ് ഷിബു ജോർജ് പറയുന്നു. ബിന്ദു എസ് നായർ തോറ്റടിയിൽ പറയുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാട്. മരണവേഗത്തിലോടുന്ന വണ്ടികൾ, നഗരവീഥികൾ, നിത്യപ്രയാണങ്ങൾ, മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, സത്രച്ചുമരുകൾ. ബാലചന്ദ്രൻ ചുള്ളിക്കാടെന്ന് ഫർസാന സന പറയുന്നു.
എനിക്കിതൊന്നും അറിയില്ല, ഞാനൊരു മണ്ടിയാണല്ലോ എന്ന് ഷിജു ജോബു. ഈ ചോദിക്കുന്ന എനിക്ക് തന്നെ ഇതിൽ 90% കവിത അറിയില്ല. ഡോണ്ട് വറി. ഈ ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കി നൽകിയത് അജിത് രാജാണ്. ആറ്റൂർ രവിവർമ്മ, ജെസ്സി കൊലക്കാടൻ പറയുന്നു, ലേഖ ജസ്റ്റിൻ പറയുന്നു ചുള്ളിക്കാട്, ബാലചന്ദ്ര ചുള്ളിക്കാട് എന്നുള്ളത് തന്നെയാണ് ഉത്തരം. അപ്പോൾ അമ്പിളി സി വി ആണ് തോന്നുന്നു ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ശ്രീദേവി നമ്പ്യാർ. മൂന്നാമത് പറഞ്ഞത് റാണി തോമസ് ഷിബു ജോർജ് അല്ലേ? അങ്ങനെയാണ് എനിക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പം അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യം, ഒരു വളപ്പൊട്ടുണ്ടൻ കയ്യിൽ ഒരു മയിൽപ്പീലിയുണ്ടെന്നുള്ളിൽ വിരസ നിമിഷങ്ങൾ സരസമാക്കുവാൻ ഇവ ധാരാളമാണെനിക്കെന്നും. ഒരു വളപ്പൊട്ടുണ്ടൻ കയ്യിൽ ഒരു മയിൽപ്പീലിയുണ്ടെന്നുള്ളിൽ വിരസ നിമിഷങ്ങൾ സരസമാക്കുവാൻ ഇവ ധാരാളമാണെനിക്കെന്നും. മൂന്നാമത്തെ ഞാനാ എന്ന ബിന്ദു എസ് നായർ. ഈ വരുന്ന കമൻറ്റുകൾ വളരെ മില്ലി സെക്കൻഡ് വ്യത്യാസത്തിലായിരിക്കും ഇങ്ങനെ റിഫ്ലക്റ്റ് ആകുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. നമുക്ക് ഒന്നില്ലെങ്കിൽ എനിക്ക് കാണുന്നതോ അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു എഡിറ്ററായ ജയശ്രീ അവിടെ കാണുന്നതോ വെച്ച് മാത്രമേ നമുക്ക് പോയിന്റ് തരാൻ പറ്റുള്ളൂ. അയ്യപ്പ പണിക്കർ ചെറുശ്ശേരി അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് പറയുന്നു. റാണി തോമസ് ഷിബു ജോർജ് പറയുന്നു കുഞ്ഞുണ്ണി മാഷ്, ശ്രീദേവി നമ്പ്യാർ പറയുന്നു കുഞ്ഞുണ്ണി, ജയശ്രീ ജോൺ പറയുന്നു കുഞ്ഞുണ്ണി മാഷ്, ലേഖ ജസ്റ്റിൻ പറയുന്നു കുഞ്ഞുണ്ണി മാഷ്. ഒരു വളപ്പൊട്ടുണ്ടൻ കയ്യിൽ ഒരു മയിൽപ്പീലിയുണ്ടെന്നുള്ളിൽ വിരസ നിമിഷങ്ങൾ സരസമാക്കുവാൻ ഇവ ധാരാളമാണെനിക്കെന്നും. ഉത്തരം ശരിയാണ്, കുഞ്ഞുണ്ണി മാഷ് എന്നുള്ളതാണ് സത്യം ഉത്തരം. റാണി തോമസും ശ്രീദേവി നമ്പ്യാർ അല്ലേ, ജയശ്രീ ജോൺ അല്ലേ? എനിക്കങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. മാറ്റമുണ്ടെങ്കിൽ പറയണേ. റാണി ഷിബു ജോർജ്, ശ്രീദേവി, ജയശ്രീ. ഓക്കെ, അടുത്ത ചോദ്യം അവസാനത്തെ ചോദ്യമാണ് കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. ശാന്തി ഇതേ തരുമെന്നു നിനപ്പേൻ ഉണ്ണികളെ നിങ്ങൾ ശാന്തതയില്ലാതലയൂ അതോർത്തിട്ടമരാനും വയ്യ. ശാന്തി ഇതേ തരുമെന്നു നിനപ്പേൻ ഉണ്ണികളെ നിങ്ങൾ ശാന്തതയില്ലാതലയും അതോർത്തിട്ടമരാനും വയ്യ. ആരാണ് ഈ കവി എന്നുള്ളതാണ് ചോദ്യം. ഒന്നിന് പറയണം. ശാന്തി ഇതേ തരുമെന്നു നിനപ്പേൻ ഉണ്ണികളെ നിങ്ങൾ ശാന്തതയില്ലാതലയും അതോർത്തിട്ടമരാനും വയ്യ. ആരുടെ കവിതയാണെന്നുള്ളതാണ് ചോദ്യം. കിട്ടിയോ? ശാന്തി ഇതേ തരുമെന്നു നിനപ്പേൻ ഉണ്ണികളെ നിങ്ങൾ ശാന്തതയില്ലാതലയും അതോർത്തിട്ടമരാനും വയ്യ. ആരുടെ കവിതയാണെന്നുള്ളതാണ് ചോദ്യം. അവസാനത്തെ ചോദ്യമാണ് കേട്ടോ. ഉത്തരം വന്നില്ല, പെട്ടെന്നായിട്ട് ഉത്തരം. ആർക്കെങ്കിലും ഉത്തരം കിട്ടിയോ? നാരായണ ഗുരു എന്ന് ശ്രീദേവി നമ്പ്യാർ. ഒന്നുകൂടി പറയാമേ. ശാന്തി ഇതേ തരുമെന്നു നിനപ്പേൻ ഉണ്ണികളെ നിങ്ങൾ ശാന്തതയില്ലാതലയും അതോർത്തിട്ടമരാനും വയ്യ. ആർക്കെങ്കിലും ഉത്തരം അറിയാമോ?
ആർക്കെങ്കിലും ഉത്തരം അറിയാമോ? ഒന്നുകൂടി പറയണോ? ശാന്തി ഇതേ തരുമെന്നു നിനപ്പേൻ ഉണ്ണികളെ, നിങ്ങൾ ശാന്തതയില്ലാതെ അലയും അത് ഓർത്തിട്ട് അമരാനും വയ്യ. ഒരുപക്ഷെ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മയിലെത്തുന്ന ഒരു കവിയാണിത്. നന്നായിട്ട് കവിത ചൊല്ലുന്ന ഒരു കവിയാണ്. എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു കവിത അദ്ദേഹത്തിൻ്റെയാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു കവിയാണ്. കിട്ടിയ ആർക്കെങ്കിലും? ഒന്നുകൂടി പറയാമേ. ശാന്തി ഇതേ തരുമെന്ന് നിനപ്പേൻ ഉണ്ണികളെ, നിങ്ങൾ ശാന്തതയില്ലാതെ അലയും അത് ഓർത്തിട്ട് അമരാനും വയ്യ. ആരുടെ കവിതയാണെന്നുള്ളതാണ് ചോദ്യം. മധുസൂദനൻ നായർ എന്ന് ഉത്തരം വന്നിട്ടുണ്ട്. ലേഖ ജസ്റ്റിൻ, പിന്നെ ആരാണ് പറഞ്ഞത്? ബിന്ദു എസ് നായർ. മൂന്നാമത് പറഞ്ഞത് ശ്രീദേവി നമ്പ്യാർ അല്ലേ? അപ്പോൾ ഇന്നത്തെ കവിതാ ക്വിസ് അവസാനിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ശ്രീ മധുസൂദനൻ നായർ എന്നുള്ളതാണ് കേട്ടോ. ശാന്തിയിലേ തരുമെന്ന് നിനപ്പേൻ ഉണ്ണികളെ, നിങ്ങൾ ശാന്തതയില്ലാതെ അലയും അത് ഓർത്തിട്ട് അമരാനും വയ്യ. ഓരോ ശിശുരോദനത്തിലും കേൾപ്പൂ ഒരു കോടി ഈശ്വര വിലാപം എന്നുള്ളതാണ് കവിതയുടെ പേര്. അപ്പോൾ ഉത്തരം പറഞ്ഞത് ലേഖ ജസ്റ്റിനും ബിന്ദു എസ് നായരും ശ്രീദേവി നമ്പ്യാരുമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പോയിന്റ് നില ഞാൻ പറയാം. ഒന്നാം സ്ഥാനത്ത് ലേഖ ജസ്റ്റിനാണ് 8 പോയിന്റ്. രണ്ടാം സ്ഥാനത്ത് ശ്രീദേവി നമ്പ്യാർ 7 പോയിന്റ്. മൂന്നാം സ്ഥാനത്ത് ജയശ്രീ ജോണും റാണി തോമസ് ഷിബു ജോർജും ഉണ്ട്, 6 പോയിന്റ്. അമ്പിളി സിവിക്കാണ് 4ാം സ്ഥാനം, 4 പോയിന്റ്. ബാക്കി ഓരോ പോയിന്റ് വീതം നേടിയത് പ്രീതി പവിത്രൻ, സിന്ധു ഭാരതി, അതുപോലെ സഹല യാസർ, ഷൈന പി തുടങ്ങിയവരൊക്കെയാണ്. ഷാഫി, നിഷിബ, സുരേഷിന് 1, 2 പോയിന്റ് സുരേഷിന് കേട്ടോ. അതുപോലെ ബിന്ദു എസ് നായർക്ക് 1, 2 പോയിന്റ്. പിന്നെ ഫർസാനയ്ക്ക് 1 പോയിന്റ്, സിൽവിക്ക് 2 പോയിന്റ്. അത്രയും പേരേ ഉള്ളൂ ഇന്നത്തെ സ്കോർ ബോർഡിൽ. അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ലേഖയാണ് 8 പോയിന്റ്. രണ്ടാം സ്ഥാനത്ത് ശ്രീദേവി ഇത്തിരി വൈകി വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ശ്രീദേവി തന്നെ അടിച്ചതിനെന്ന് തോന്നുന്നു അല്ലേ ലേഖ. ശ്രീദേവിക്ക് 7 പോയിന്റ്. മൂന്നാം സ്ഥാനത്ത് ജയശ്രീ ജോണും റാണി ഷിബു ജോർജുമാണ്, 6 പോയിന്റ്. 4ാം സ്ഥാനത്ത് അമ്പിളി സിവി 4 പോയിന്റ്. ഇത്രയും ചോദ്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി തയ്യാറാക്കി തന്നത് അജിത് രാജാണ്. വളരെയധികം നന്ദി. അജിത് രാജിനോട് ഞാൻ ക്വിസ് അവതരിപ്പിക്കാൻ പറഞ്ഞു, പക്ഷെ അജിത് രാജ് വളരെ ബുദ്ധിപരമായിട്ട് ചോദ്യങ്ങൾ തന്ന് മുങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാം നല്ല ചോദ്യങ്ങളായിരുന്നു. നമുക്കെല്ലാവർക്കും കവിതകൾ ഒന്നുകൂടി ഓർത്തെടുക്കാനും ഒന്ന് പോയി നോക്കി വായിക്കാനും ഒക്കെ ഉള്ളൊരു പ്രേരണയായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ആഴ്ച 1 മണിക്കാണോ ലൈവ് വേണ്ടത് എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. 1 മണിക്കാണ് കൂടുതൽ സൗകര്യമെങ്കിൽ നമുക്ക് 1 മണിക്ക് നടത്താം. 1 മണി എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമല്ലേ, ആളുകൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 12 മണിക്ക് വെച്ചിരിക്കുന്നത്. സമീർ ഹസന് 2 പോയിന്റ് ഉണ്ടല്ലോ എന്ന് നോക്കട്ടെ, ഉണ്ടെന്ന് തോന്നുന്നു. സമീർ ഹസന് 1, ഒരു പോയിന്റേ കാണുന്നുള്ളൂ ഞാനിവിടെ. രണ്ടാമതൊരു പോയിന്റ് ഉണ്ടായിരുന്നോ? 2 പോയിന്റ് ഉണ്ട്. സമീർ ഹസനും 2 പോയിന്റ് ഉണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ക്വിസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കൂട്ടക്ഷരങ്ങളുടെ ഈ ക്വിസ് പരിപാടി അവതരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെയോ ജയശ്രീയോ കോൺടാക്ട് ചെയ്യുക. ഇനി അതല്ല, ഇതുപോലെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ തരാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കവിതാ ക്വിസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കവിത ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ പേജ് ഇതുവരെയും ലൈക്കും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ഫോളോ ചെയ്യുക. അപ്പോൾ സാഹിത്യം ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഈ പേജ് ലൈക്ക് ആൻഡ് ഫോളോ ചെയ്യാനായിട്ട് ക്ഷണിക്കുക. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു പേജിന് എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന, ഈ ലൈവിലൊക്കെ വന്ന് വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി. ഫർസാന, സനയ്ക്ക് 2 പോയിന്റ് ഉണ്ടോ? നോക്കട്ടെ. ഫർസാനയ്ക്ക് 1 ഉണ്ട്. ഫർസാനയ്ക്ക് 2 പോയിന്റ് ഉണ്ട് കേട്ടോ. ലേഖയ്ക്ക് 8 പോയിന്റ്, ശ്രീദേവിക്ക് 7 പോയിന്റ്, റാണി, ഷിബുവിനും ജയശ്രീക്കും 6 പോയിന്റ്, അമ്പിളി സിവിക്ക് 4 പോയിന്റ്, ഫർസാന, സന, സമീർ, ഹസൻ അല്ലേ, സുരേഷ് ഇവർക്കൊക്കെ 2 പോയിന്റ്, ബാക്കിയുള്ളവർക്കൊക്കെ ഓരോ പോയിന്റ് വീതം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച മറ്റൊരു ലൈവ് ക്വിസിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.